തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവറുകൾ, കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബഹുമാനകരവുമായ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. 27-ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെയും അതുപോലെ തന്നെ ആപ്പുഴ ഉന്നതിയിലെ സാംസ്കാരിക നിലയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ചതിന്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ചേരുക. ദീർഘകാലമായി ആ ടീച്ചറിന്റെയും ഹെൽപ്പറിന്റെയും അവിടെ പഠിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു 27-ാം നമ്പർ അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടാവണമെന്നുള്ളത്. ആ ആഗ്രഹത്തിന്റെ സഫലീകരണം കൂടിയാണ് ഇന്നിവിടെ 27-ാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പൂർത്തിയാവുക. ഇവിടെ അറിയാം, പടുത്തുരുത്തി പഞ്ചായത്തിലെ മിക്കവാറും ഏതാനും 1-2 അംഗനവാടി ഒഴികെ മിക്കവാറും എല്ലാവരും എന്ന് പറയുന്ന കാര്യം എന്റെ പ്രസിഡന്റ് ലക്ഷം രൂപ ആ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് തന്നെ വിനിയോഗിച്ച് പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യ അതുപോലെ തന്നെ വി.എൻ. വാസവൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന കോട്ടയത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ.പി. സ്മിത വളരെ കാര്യക്ഷമമായി ശ്രീമതി സെലീനമാര് പറഞ്ഞു. ഇപ്പൊ ഞാൻ ആദ്യമേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചെന്നുള്ളത് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പി.കെ. സന്ധ്യ ശ്രീ വികസനകാര്യ ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കണ്ട് പുള്ളി പലപ്പോഴും കൊതി വിടാറുണ്ടെന്നാണ് പറഞ്ഞത്. അതിലെ പോകുമ്പോഴൊക്കെ റോഡുകളും അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ കാണാൻ പുള്ളിക്ക് കൊതി വരാറുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന കടുത്തിരുത്തിയും കല്ലറയും അതുപോലെ ഒന്ന് ആക്കിത്തരണമേ എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ, ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒരു നോട്ടം ഞങ്ങളുടെയൊക്കെ മേലും കൂടി ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഞാൻ സൂചിപ്പിച്ചത്. ഈ രംഗത്ത് കുട്ടികളെ അവരുടെ ശൈശവദശയിൽ തന്നെ ബാല്യത്തിലും അവരിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ ഉയർത്താനും ഭാവിയിൽ അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ ദിശാബോധം പകരാനുമുള്ള ഒരു ഇളം കുരുന്ന മനസ്സിൽ തന്നെ അങ്കുരിക്കപ്പെടേണ്ട മാനസികാവസ്ഥ ചിട്ടപ്പെടുത്താനും എല്ലാം സഹായിക്കും ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സൗഹൃദത്തിന്റെയും അന്തരീക്ഷം ഊട്ടിയുറപ്പിക്കാൻ എങ്ങനെയാണ് ഒരു സംസ്കാരം പരുവപ്പെടുന്നത്, കൊച്ചുകുട്ടികളെ എടുക്കാൻ കഴിയും. അതിന് സഹായിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു മന്ദിരമാണ്. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2 നിലയിലും നല്ല ഫർണിച്ചറുകളെല്ലാം ഒരുക്കി അത് ഇവിടെ ഈ വാർഡിലെ
അംഗൻവാടിയുടെയും പൂർത്തീകരിച്ച ഏറ്റവും നല്ല രൂപത്തിലുള്ള കെട്ടിടവും അതിന്റെ പ്രവർത്തനങ്ങളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ജോസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ലിറ്റ് വന്നിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും TV കൊടുക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു. TV വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാ അംഗനവാടികളിലും TV ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന TV എത്തുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. മറ്റെല്ലാവർക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണെന്ന്. ഒരു ദിവസം തന്നെ 2 പ്രധാന സ്ഥാപനങ്ങൾ, അതും ഏറ്റവും സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരിക നിലയവും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ അക്ഷരം പഠിക്കാനായിട്ടും അവര് പിയർ ഗ്രൂപ്പുമായിട്ട് ആദ്യമായിട്ട് ചേർന്ന് പൊതുസമൂഹവുമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക ജീവിതം പഠിക്കാനായിട്ട് വരുന്ന അംഗൻവാടി, ഈ 2 കെട്ടിടങ്ങളും സാധ്യമാക്കി തീർത്തത് തീർച്ചയായിട്ടും എന്തായാലും ഒരു നാടിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ 2 സംവിധാനങ്ങളും നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ 4 വർഷമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വേണ്ട വിധത്തിൽ ഇതുപോലൊരു അംഗനവാടി ഇവിടെ ടീച്ചർ ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായി അംഗനവാടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏത് മെമ്പർമാർ വന്നാലും ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാർ വന്നാലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്നാലും ആര് വന്നാലും ഓടിച്ചെന്ന് മേഴ്സി ടീച്ചർ പറയും ഞങ്ങളുടെ അംഗൻവാടിക്ക് ഒരു കെട്ടിടം. പക്ഷെ നമുക്ക് നിയമത്തിന്റെ നൂലാമാലകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും